സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ പലരെയും ഒക്കെ ഉയർത്തിക്കാട്ടും, പക്ഷേ അതിനൊക്കെ മാറ്റം സംഭവിക്കാം. ഇപ്പോൾ CPM ഇലക്ഷൻ പ്രചരണ കാലത്തൊക്കെ നമുക്കറിയാം, കേരളത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്: കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും. അവസാനം വിജയിച്ചു വന്നപ്പോൾ ആര് ഭരിച്ചു? EK നായനാർ ഭരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ കേരളമാണ് നമ്മൾ ഇതുവരെയൊക്കെ കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പലരെയും ഉയർത്തിക്കാട്ടും. ഇപ്പം കേരളത്തിൽ തന്നെ ഇനി പിണറായി വിജയൻ 3ാം വട്ടവും വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉയരുന്നുണ്ട്. അതോ KK ശൈലജ ആയിരിക്കുമോ, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര് എന്നുള്ളതാണ്. സാധാരണ ഒരു 5 കോർപ്പറേഷൻ ഉള്ളിടത്ത് ആരോ മേയർ ആകട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് മുൻകാലങ്ങളിൽ കണ്ടിരുന്നത്. പക്ഷെ അതിന് ഇക്കുറി മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്തിൻ്റെ മേയർ, അതിൻ്റെ കാരണമുണ്ട്. കാരണം BJP തിരുവനന്തപുരത്ത് തലസ്ഥാനം പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെയാണ് മേയർ ആര് എന്നുള്ളത് അറിയാൻ കാത്തിരുന്നത്. മറിച്ചിപ്പോൾ ഈ CPM ആയിരുന്നു വിജയിച്ചതെങ്കിൽ നമുക്കറിയാം, അതങ്ങനെ കേരളം മുഴുവനൊന്നും കാത്തിരിക്കത്തില്ല. തിരുവനന്തപുരത്തുകാർ കാത്തിരിക്കും. ഏതെങ്കിലും കോളേജിൻ്റെ ക്ലാസ് മുറിയിൽ ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് മേയറാക്കുമെന്ന് നമുക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ AA റഹീമിനെ പോലുള്ള ആരെങ്കിലും കൊണ്ടുവരും. ഇവിടെ അതല്ല പ്രശ്നം. കേരളം മുഴുവൻ കാത്തിരിക്കാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളം കാത്തിരുന്നതാണ് BJP എത്രത്തോളം മുന്നേറ്റം കുറിക്കും, കൂടുതൽ നഗരസഭ പിടിക്കുമോ, എത്ര കോർപ്പറേഷൻ പിടിക്കും, എത്ര ഗ്രാമപഞ്ചായത്തുകൾ പിടിക്കും. 28ഓളം ഗ്രാമപഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞു. നഗരസഭയിൽ മുന്നേറ്റം ഉണ്ടാക്കി. കോഴിക്കോട് പോലുള്ള കോർപ്പറേഷൻ 13 വാർഡുകളാണ് പിടിച്ചെടുത്തത്. തൃശ്ശൂരിലും നേട്ടമുണ്ടാക്കി. തിരുവനന്തപുരമായിരുന്നു പ്രധാന നോട്ടമെന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരത്തിൽ ഒരു നേട്ടം കൊയ്യാൻ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മേയർ ആര് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ വെച്ച് പുലർത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ദിവസം 10-12 കഴിഞ്ഞു. എന്താണ് മേയർ ആരാണെന്നുള്ളത് പുറത്തു വരാൻ വൈകുന്നത് എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. BJPയെ പോലുള്ള ഒരു കേഡർ പാർട്ടി തന്നെയാണ്. അതീവ രഹസ്യ സ്വഭാവം വെച്ച് പുലർത്തുന്നുണ്ട്. പലയിടത്തും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത് പലരെയും ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖറിന് എന്തറിയാം? കച്ചവടക്കാരനല്ലേ? കേരളത്തെക്കുറിച്ച് എന്തറിയാം? തിരുവനന്തപുരത്തെക്കുറിച്ച് എന്തറിയാം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലതും ഉന്നയിച്ചിരുന്നു. ഈ കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടമുണ്ടായി. എത്ര അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ എത്ര തിരിച്ചു പിടിക്കാമെന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ നിർത്താൻ ആദ്യം മടിച്ചു. എന്തുകൊണ്ട്? അവിടെ പണവും ഊർജവും ചെലവഴിച്ചിട്ട് കാര്യമില്ല, അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് അത് ദഹിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ആ തീരുമാനത്തിനൊടുവിൽ സംസ്ഥാന ഘടകം രാജീവ് ചന്ദ്രശേഖർ വഴങ്ങുകയാണ് ചെയ്തത്. പതിവ് പോലെ അത് നടന്നു. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര് എന്നുള്ള കാര്യത്തിൽ ചോദ്യം വരാൻ, മേയർ സ്ഥാനത്തേക്ക് പലരും മുൻനിരയിൽ നിൽക്കുന്നുണ്ട്. ആരും മോശക്കാരൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര നേതൃത്വത്തിൽ നിന്നൊരു തീരുമാനം പുറത്തു വരും, അത് അംഗീകരിക്കാൻ BJPയുടെ 50 കൗൺസിലർമാരും തയ്യാറാകണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ എതിർപ്പോ മുറുമുറുപ്പോ കുശുകുശുപ്പോ ഒന്നും തന്നെ പാടില്ല എന്നർത്ഥം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പിന്നെ ഇതിനകത്തൊരു പാരവെപ്പ് ഉണ്ടാകരുത്. ഇപ്പോൾ VV രാജേഷിൻ്റെ പേര് പറയുന്നുണ്ട്. VV രാജേഷ് യോഗ്യനാണ്.
BJPയുടെ രാഷ്ട്രീയ കളരിയിൽ തന്നെ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അഭിമുഖീകരിച്ചു. ഒടുവിലാണ് 2020 തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ച് കൗൺസിലറായി വരുന്നത്. പ്രധാന പ്രതിപക്ഷവും 2020 BJP തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് 2025 BJP തിരുവനന്തപുരം പിടിച്ചെടുക്കുമെന്നുള്ള കണക്കുകൂട്ടലിൽ നിൽക്കുന്നത്. VV രാജേഷിന്റെ പേര് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കരമന അജിത്ത്. അതുകൂടാതെ പിന്നീട് വന്ന ഒരു പേരാണ് ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച മുൻ IG റിട്ടയർഡ് IPS ശ്രീലേഖയുടെ പേര് ഉയർന്നു വന്നത്. പലരും അതിന് മുൻതൂക്കം കൊടുക്കുന്നുമുണ്ട്. കാരണം ശ്രീലേഖ എന്ന് പറയുമ്പോൾ അതൊരു ഹൈ പ്രൊഫൈലാണ്. അത്തരത്തിലുള്ള ഒരാളാണ് തിരുവനന്തപുരത്തിന് വേണ്ടത് എന്ന് പലരും കരുതുന്നുണ്ട്. ഇപ്പൊ ശശി തരൂർ എന്തുകൊണ്ടാണ് 4ാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയത്? ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും മറിച്ചിട്ടാണോ? ഒരു ചുക്കും ചുണ്ണാമ്പും മറിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തിരുവനന്തപുരത്തുകാർക്ക് ഉയർത്തിക്കാണിക്കാം. ശശി തരൂരാണ് ഞങ്ങളുടെ MP. കാരണം വിശ്വപൗരനാണ്. ലോകത്തെവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിൽ താഴെയാണ് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ MP ആണ് എന്നുള്ളത്. അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട് ബയോഡേറ്റയിൽ ആദ്യമേ ചേർക്കാൻ. അപ്പോൾ അങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈലുള്ള ഒരാളെയാണ് തിരുവനന്തപുരത്തുകാർക്ക് എപ്പോഴും താല്പര്യം. ശ്രീലേഖയെ പോലുള്ള ഒരാൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രം, തിരുവനന്തപുരത്തിൻ്റെ ഒരു നിറം മാറുകയാണ്. ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ച തിരുവനന്തപുരത്തിൻ്റെ ഒരു മോശം ചിത്രമുണ്ടല്ലോ, അതെന്തായാലും അടുത്ത കുറച്ച് ദിവസത്തിനകം തന്നെ മാറ്റിയിരിക്കും. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് BJPയുടെ മേയർ അധികാരമേറ്റു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തും, തിരുവനന്തപുരത്തെത്തും, BJPയുടെ മേയർ തന്നെ സ്വീകരിക്കും, ഒരു വലിയ പദ്ധതി തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. തിരുവനന്തപുരത്തിന് പ്രത്യേക പാക്കേജ് ഉണ്ട്. ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും തിരുവനന്തപുരവും. മുന്നേ മാറേണ്ടതാണ്. ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാരുടെ എല്ലാം പിടിപ്പുകേട് കൊണ്ടാണ് ഇപ്പോഴും തിരുവനന്തപുരം ആ പഴയ രീതിയിൽ തന്നെ വഞ്ചി തിരുനക്കര തന്നെ തുടരുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, ജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം സംസ്ഥാനം പിടിച്ച ഒരു പ്രതീതിയിലാണ് BJP നിൽക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ശ്രീലേഖയെ പോലുള്ള ഒരാളെ തിരുവനന്തപുരത്തിൻ്റെ മേയറാക്കാൻ താല്പര്യപ്പെടുന്നത്. ഏതാണ്ട് ശ്രീലേഖയ്ക്ക് തന്നെ ഇപ്പോൾ നറുക്ക് വീണിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. ഇനിയിപ്പോൾ VV രാജേഷിനെ ഏത് തരത്തിൽ പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവിൽ വിജയിച്ചാൽ VV രാജേഷിനെ തിരുവനന്തപുരം മേയറാക്കി മാറ്റും. ഇനിയും ശ്രീലേഖ വിജയിച്ചില്ലെങ്കിലോ അങ്ങനെയുള്ള ചോദ്യവും വരാം. കാരണം BJP എത്ര ഇടങ്ങളിൽ പിടിക്കും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് കഴിയില്ല. എന്നാലും ഏറെ സാധ്യത ഉണ്ട്. വട്ടിയൂർക്കാവ് തന്നെ ശ്രീലേഖയ്ക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതും വ്യക്തമായിട്ടില്ല. എന്തായാലും BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ചില കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. മേയർ എന്തായാലും ശ്രീലേഖയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.